ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അടുത്ത വർക്ക് എന്ന് പറയുന്നത് പോയറ്റ് മെഹമ്മൂദ് ഡാർവിഷിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്നുള്ള പോവമാണ്. മെഹമ്മൂദ് ഡാർവിഷ് ഒരു പാലസ്റ്റീനിയൻ പോയറ്റാണ്. ആൻഡ് ഐഡൻറ്റിറ്റി കാർഡ് എന്നുള്ളത് ഒരു അറബിക് പോയമായിരുന്നു. അത് പിന്നീട് ഇംഗ്ലീഷിലോട്ട് 1964 ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ട്രാൻസ്ലേറ്റ് ചെയ്തത് അതിൻ്റെ ആ ഒരു കളക്ഷൻ്റെ പേരെന്ന് പറയുന്നത് ലീവ്സ് ഓഫ് ഒലീവ് എന്നാണ് കേട്ടോ. അപ്പം ഈ ഒരു പോം സംസാരിക്കുന്നത് പാലസ്റ്റീനിയൻ പീപ്പിളിൻ്റെ ഒരു ദുരവസ്ഥയെക്കുറിച്ചാണ്. അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റി ലെസ് സിറ്റുവേഷനെ കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത്. അതായത് മെയിൻലി പാലസ്റ്റീൻ ആൻഡ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് ഈ പോയം സംസാരിക്കുന്നത്. അതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് പാലസ്റ്റീൻ പീപ്പിൾ ഈ ഇസ്രായേലിൻ്റെ റൂളിൽ വളരെയധികം കഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്, പാലസ്റ്റീനിയൻ പീപ്പിളിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വിധത്തിലുള്ളൊരു ലൈഫാണ് അവരവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു സിറ്റുവേഷനാണ് ഇവർ ഈ ഒരു പോയത്തിനകത്തോട്ട് നമ്മുടെ പാലസ്റ്റീനിയൻ പോയറ്റായിട്ടുള്ള നമ്മുടെ മെഹമ്മൂദ് ഡാർവിഷ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ആങ്കർ, ഫ്രസ്ട്രേഷൻ, ഹെൽപ്ലെസ്നെസ്, പാലസ്റ്റീനിയൻ പീപ്പിളിൻ്റെ ഈ 3 ഇമോഷൻസ് ആണ് ഇതിനകത്ത് നമുക്ക് വ്യക്തമാകുന്നത്. സോ അവർ ഈ പാലസ്റ്റീനിയൻ പീപ്പിൾ, അതായത് ഈ ഇസ്രായേൽ ഒക്കുപ്പൈഡ് പാലസ്റ്റീനിലുള്ള ആളുകൾ ഒരു ഐഡൻറ്റിറ്റി കാർഡ് എന്ത് ചെയ്യണം, എപ്പോഴും സൂക്ഷിച്ച് കയ്യിൽ വെക്കണം. അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റിയെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആര് തടഞ്ഞാലും ഇവർ ഈ ഒരു ഐഡൻറ്റിറ്റി കാർഡ് കാണിക്കണം. അതിനകത്താണ് അവരുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉള്ളത്. സോ വെറും ഒരു ഐഡൻറ്റിറ്റി കാർഡിലോട്ട് ഇവരുടെ എല്ലാം വ്യക്തിത്വം ഒതുങ്ങിപ്പോയി എന്നുള്ളതൊരു വേദനയാണ് നമ്മുടെ ആര് പറയുന്നത്, പാലസ്റ്റീനിയൻ പോയറ്റായിട്ടുള്ള മെഹമ്മൂദ് ഡാർവിഷ് പറയുന്നത്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ അവരുടെ ഐഡൻറ്റിറ്റിക്ക് പ്രൂഫായിട്ടുള്ള ഒരേ ഒരു കാര്യം. മെഹമ്മൂദ് ഡാർവിഷ് എന്ന് പറയുന്നത് അദ്ദേഹം 1941 അൽ ബിർവ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. ഒരു സെലിബ്രേറ്റഡ് പാലസ്റ്റീനിയൻ പോയറ്റാണ്. ന്യൂമറസ് പോയട്രി കളക്ഷൻസും വർക്ക്സും എഴുതിയിട്ടുണ്ട് ഇദ്ദേഹം. നാഷണൽ പോയറ്റ് ഓഫ് ദി കൺട്രി, നാഷണൽ പോയറ്റ് ഓഫ് പാലസ്റ്റീൻ എന്നാണ് ഇദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. ലോട്ടസ് പ്രൈസ് ഫോർ ലിറ്ററേച്ചർ 1969 ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അൽ ഒവൈസ് അവാർഡ് 2000 കിട്ടി. പിന്നെ ഇദ്ദേഹത്തിൻ്റെ റിക്കറിംഗ് തീംസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസാണ് പാലസ്റ്റീനിയൻസ് സഫർ ചെയ്യുന്നത്. അപ്പോൾ പാലസ്റ്റീനെ അദ്ദേഹം ഒരു ഗാർഡൻ ഓഫ് ഈഡൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് അവിടെ നഷ്ടപ്പെടലും ഉണ്ട്, റീബേർത്തും ഉണ്ട് ആ ഒരു സ്ഥലത്ത്. സം ഓഫ് ദി മോസ്റ്റ് നോട്ടബിൾ വർക്ക്സ് ഓഫ് ഹിസ് എന്ന് പറയുന്നത് പാസ്പോർട്ട്, എ ലവർ ഫ്രം പാലസ്റ്റീൻ എക്സെട്ര. ഈ ഒരു പോം എഴുതിയിരിക്കുന്നത് ഫ്രീ വേഴ്സിലാണ്, ഡ്രമാറ്റിക് മോണലോഗിലാണ് എഴുതിയിരിക്കുന്നത്. ഒരു സ്പീക്കർ അദ്ദേഹത്തിൻ്റെ ഇന്നർമോസ്റ്റ് തോട്ട്സ് ഒരു ലിസ്ണറിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു സെക്കൻഡ് പേഴ്സണോടുണ്ട്, അദ്ദേഹം ആണ് അതൊരു ഓഫീസറാകാം. അയാൾ ഇയാളുടെ അടുത്ത്, നമ്മുടെ സ്പീക്കറിൻ്റെ അടുത്ത് ഐഡൻറ്റിറ്റി കാർഡ് എടുക്കാൻ പറയുന്നു. അങ്ങനെ അദ്ദേഹം ഐഡൻറ്റിറ്റി കാർഡ് എടുത്ത് കാണിച്ചിട്ട് നിരവധി ചോദ്യങ്ങൾ ഇങ്ങനെ അദ്ദേഹം ചോദിക്കുകയാണ് ചെയ്യുന്നത്. 63 ലൈൻസ് ആണ് പോവാം. 6 സ്റ്റാൻസ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാൻസ എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റാൻസ ഒരു 6 ലൈൻസ്, ഫസ്റ്റ് 6 ലൈൻസ്. ഇനീഷ്യൽ ലൈൻസിൽ സ്പീക്കർ ബോൾഡായിട്ട് പറയുവാണ് ഇദ്ദേഹത്തിൻ്റെ അറബിക് ഐഡൻറ്റിറ്റി. ഞാനൊരു അറബാണ്, എൻ്റെ ഐഡൻറ്റിറ്റി ഇതാണെന്ന് ഇങ്ങനെ പറയുവാണ്, ഞാനൊരു പാലസ്റ്റീനിയൻ ആണെന്ന് പറയുവാണ്. ആൻഡ് ദെൻ ലിസ്ണർ എന്ന് പറയുന്ന ഒരു ഇസ്രായേലി ഒഫീഷ്യലാണ്, ഒരു ഓഫീസറാണ്, ഇസ്രായേൽ ഓഫീസറാണ്. ആൻഡ് അദ്ദേഹം ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്, പറയുന്നതല്ല. അദ്ദേഹം നമ്മുടെ സ്പീക്കർ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് കാണിക്കുവാണ്. ആ കാർഡിലെ നമ്പർ എന്ന് പറയുന്നത് 50,000 എന്നാണ്. ആൻഡ് ദെൻ ആ കാർഡിനകത്ത്, അതായത് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഡീറ്റെയിൽസ് ഇദ്ദേഹം തന്നെ ഷെയർ ചെയ്യുവാണ്. എനിക്ക് 8 പിള്ളേരുണ്ടെന്നും 9th ചൈൽഡ് സമ്മറിൽ ജനിക്കും ഉടനെ എന്ന് പറയുവാണ്. ഒരു സ്പീക്കർ ക്വസ്റ്റ്യൻ ചെയ്യുവാണ്, ആ ഒരു ലിസണറിനെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ്, എന്തിനാ നിങ്ങൾ ഇതൊക്കെ അറിയുന്നത്? ആൻഡ് ഹീസ് ബീങ് ആംഗ്രി അറ്റ് ദി ഇസ്രായേലി ഓഫീസർ. എന്നിട്ട് പറയുവാണ്, ഒരുപോലെ തന്നെ ആംഗ്രിയും അതുപോലെ തന്നെ അഭിമാനത്തോടു കൂടിയും ഇദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും ഫാമിലിയെക്കുറിച്ചും ഇദ്ദേഹം വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്പീക്കർ ആരുടെ അടുത്ത്, ഇസ്രായേലി ഓഫീസറിൻ്റെ അടുത്ത്. ആൻഡ് ഹീ ഈസ് പ്രൗഡ് ഓഫ് ഹിസ് അറബ് ഐഡൻറ്റിറ്റി ആൻഡ് ഹിസ് ഫാമിലി. കേട്ടോ. സെക്കൻഡ്, അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയിൽ വളരെ ബോൾഡായിട്ട് നിന്ന് സംസാരിക്കുകയാണ്. ആൻഡ് ഹീസ് ഓൾസോ വെരി പ്രൗഡ്. ഇസ്രായേലി ഒഫീഷ്യലിനെ അഡ്രസ്സ് ചെയ്തിട്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം ഒരു ഡിക്ലെയർ ചെയ്യുന്നത് പോലെയാണ്, ഒരു പ്രസ്താവന ഇങ്ങനെ കാണിക്കുന്നത് പോലെ, ഒരു ഡിക്ലറേഷൻ പോലെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാർഡ് കാണിക്കുന്നു, കാർഡിൻ്റെ നമ്പർ 50,000 എന്നാണ് കാണിക്കുന്നത്. എന്നിട്ട് ഇദ്ദേഹം പറയുന്നത്, എന്തിനിങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർഡ് വെച്ചിട്ട് വെറും ഒരു ഐഡൻറ്റിറ്റി കാർഡിലോട്ട് ഇദ്ദേഹത്തിൻ്റെ ലൈഫ് ചുരുങ്ങിപ്പോയല്ലോ, ഐഡൻറ്റിറ്റി ചുരുങ്ങിപ്പോയല്ലോ എന്നൊരു ഫ്രസ്ട്രേഷനാണ് ഇതിനകത്ത് അദ്ദേഹം റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വാലിറ്റി ഒരു ഐഡൻറ്റിറ്റി കാർഡിലായിപ്പോയി. 8 പിള്ളേരുടെ കാര്യവും 9th ചൈൽഡ് ഓൺ ദ വേ ആണെന്നുള്ളതും ഒക്കെ അദ്ദേഹം പറഞ്ഞു. ആൻഡ് അത് ഫാമിലി ഡീറ്റെയിൽസ് കൊടുക്കുവാണ് അദ്ദേഹം. അത് മാത്രമല്ല, അപ്പോൾ ആ പോയറ്റിൻ്റെ ആ ഒരു എന്താണ് ഇത്, ഫാമിലി ഡീറ്റെയിൽസ് എന്തിനാണ് പറയുന്നത്? അതായത് എനിക്ക് ഇത്ര കുഞ്ഞുങ്ങളുണ്ട്, അതായത് എൻ്റെ ആ ഒരു ഫാമിലി ഹെറിറ്റേജിനെ കുറിച്ച് ഇദ്ദേഹം സംസാരിക്കുവാണ് കേട്ടോ ഓഫീസറിൻ്റെ അടുത്ത്. ലാസ്റ്റ് ലൈനിനകത്ത് പോയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുവാണ് ലിസണറിനെ. അതായത് ആ ഒരു അദ്ദേഹം ഒരു വളരെ പ്രൗഡായിട്ട് ഡിക്ലെയർ ചെയ്യുവാണ്, ഞാൻ ഇന്ന ആളാണ്, ഞാൻ അറബ് ഐഡൻറ്റിറ്റിയിൽ ഞാൻ പ്രൗഡാണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ
ഈസ് ഓൾസോ ഫ്രസ്ട്രേറ്റഡ്. അതായത് എന്തിനാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്നും കൂടി ഇദ്ദേഹം ചോദിക്കുവാണ്. സ്റ്റാൻസ 2 എന്ന് പറയുന്നത് സെക്കൻഡ് 10 ലൈൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇദ്ദേഹം ഒരു അറബാണെന്നും അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയും വർക്കും അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അസേർട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഇങ്ങനെ പ്രൗഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അദ്ദേഹം ഇങ്ങനെ പറയുവാണ്, അദ്ദേഹം ഒരു സ്വന്തമായിട്ട് ഡിക്ലെയർ ചെയ്യുവാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ആളുകളുടെ കൂടെ ഒരു എന്താ പറയുക, ഒരു ക്വാറിയിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് ആസ് എ ലേബർ. വളരെ അഭിമാനത്തോടുകൂടി പറയുന്നത് ഇദ്ദേഹത്തിന് വീണ്ടും മക്കളുടെ കാര്യം പറയുന്നുണ്ട്. ആൻഡ് അവർക്ക് ഒരുപാട് എഫേർട്ട് എടുത്താലേ അവർക്ക് ഫുഡ് കൊടുക്കാൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇദ്ദേഹം പറയുന്നുണ്ട്. ഫുഡും ക്ലോത്ത്സും എഡ്യൂക്കേഷനും 8 മക്കൾക്കാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബൈ വർക്കിംഗ് ഇൻ എ ക്വാറി. ആൻഡ് ദെൻ സെൽഫ് സഫിഷ്യൻസിയുടെ കാര്യത്തിൽ ഇദ്ദേഹം വീണ്ടും പറയുവാണ്. അതായത് എനിക്ക് ആരുടെടുത്തും ബെഗ് ചെയ്യേണ്ട കാര്യം വന്നിട്ടില്ല, ആരുടെടുത്തും ആരുടെയും ഡോറിൻ്റെ മുമ്പിൽ പോയി ആംസിന് വേണ്ടി എനിക്ക്, അതായത് ALMS, അതായത് ഭിക്ഷ യാചിക്കേണ്ടി വന്നിട്ടില്ലേ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് വേണ്ടി. ഞാൻ അത്രയ്ക്ക് പ്രൗഡായിട്ടാണ് എൻ്റെ ഫാമിലിയെ നോക്കുന്നത്. ആൻഡ് ഒരു ഡോർ സ്റ്റെപ്പിൻ്റെ അവിടെ പോയും ഞാൻ തലകുനിച്ച് നിൽക്കുകയില്ല എന്ന് ഇദ്ദേഹം പറയുവാണ്. ആൻഡ് ദെൻ ഹീ ഈസ് റിപ്പീറ്റിംഗ് ദ ക്വസ്റ്റ്യൻ എഗെയിൻ ആൻഡ് എഗെയിൻ. അതായത് ഈ ഐഡൻറ്റിറ്റി കാർഡ് കാണിക്കാൻ പറയുന്നത് എന്തിനാണ്? ഈ ഇസ്രായേലി ഓഫീസർ അദ്ദേഹത്തിനടുത്ത് അതായത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് എന്തിനാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇദ്ദേഹം ചോദിക്കുവാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ എന്തിനാ ഈ ഓഫീസറിൻ്റെ അടുത്ത് പറയുന്നത്, അതായത് ഞാനിങ്ങനെ ആരുടെയും മുമ്പിൽ തലകുനിച്ച് നിൽക്കുകയില്ല പിന്നെ എന്നൊക്കെ എന്തിനാ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം മര്യാദയ്ക്ക് ജോലിയെടുത്ത് ജീവിക്കുന്ന ഒരു പാലസ്തീനിയനാണെന്ന് പിന്നെയും എന്ത് ചെയ്യാണ്, അസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അദ്ദേഹം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ കോംറേഡ്സിൻ്റെ കൂടെ ക്വാറിയിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അതായത് കൂടെയുള്ള ആളുകളുടെ കൂടെയാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്, അതും പാലസ്തീനിയൻസ് ആയിരിക്കും. സോ ആ ഒരു സോളിഡാരിറ്റിയെ കാണിക്കാനും ആ ഒരു ഷെയർഡ് എഫേർട്സിനെ കാണിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. അവരുടെ ആ ഒരു കളക്റ്റീവായിട്ടുള്ളൊരു വർക്കിംഗ് മെൻറ്റാലിറ്റി ഉണ്ടല്ലോ പാലസ്തീനിയൻസ്. അതായത് എൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ജോലി ചെയ്യുന്നിടത്ത് വേറെ ആളുകളുണ്ട് എന്ന് ഇദ്ദേഹം പറയുവാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ എന്തിനാ 8 മക്കളുടെ കാര്യം പറയുന്നതെന്ന് വെച്ചാൽ ഫാമിലി റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്, അതിനുവേണ്ടി ഞാൻ എഫേർട്ടുകൾ ഞാൻ എടുക്കുന്നുണ്ട് എന്ന് പറയുവാണ്. ആൻഡ് അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു മെറ്റഫർ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സെക്കൻഡ് സ്റ്റാൻസയ്ക്കകത്ത്. അതായത് ബ്രെഡ്, ക്ലോത്ത്സ്, എക്സസൈസ് ബുക്സിനൊക്കെ വേണ്ടി ഇദ്ദേഹം പാറയുമായിട്ട് മൽപ്പിടുത്തം, അതായത് റെസ്ലിംഗ് നടത്തുകയാണ്. അതുവഴിയാണ് ഇദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ എസെൻഷ്യൽസ് ഒക്കെ കിട്ടുന്നതെന്ന്, ഫാമിലിയെ ഒന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അതുവഴിയാണ് കിട്ടുന്നതെന്ന്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ഡിഗ്നിറ്റിയും സെൽഫ് സഫിഷ്യൻസിയാണ് ഇദ്ദേഹം ആരുടെടുത്തും പോയി ഭിക്ഷ യാചിക്കില്ല, ആരുടെയും ഡോറിൻ്റെ ഫ്രണ്ടിൽ പോയി തലകുലിക്കില്ല എന്നുള്ളത് കാണിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. അതായത് ഞാനിങ്ങനെ എന്താ പറയുക, ഈ ഒരു യാതൊരു വിധത്തിലുള്ളൊരു ജഡ്ജ്മെൻറ്റിന് ഞാൻ തയ്യാറല്ല ഫ്രം ദി ലിസണർ. അതാണ് ഈ ഒരു സ്പീക്കർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. സ്റ്റാൻസ 3 പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ലൈനിനകത്ത് സ്പീക്കർ പോർട്രേറ്റ്സ് ഹിംസെൽഫ് ആസ് എ നെയിം വിത്തൗട്ട് എ ടൈറ്റിൽ. ഒരു അൺനെയിംഡ് സ്പീക്കറാണ് ഞാനെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതായത് പേരുണ്ട് പക്ഷേ ടൈറ്റിൽ ഇല്ല എന്നുള്ള രീതിയിൽ, അതായത് അൺനെയിംഡ് ആയിട്ട് നിൽക്കുവാണ്. അപ്പം അതായത് ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ, അതായത് എനിക്ക് എൻ്റെ പേര് പറയണ ഒരു താല്പര്യമില്ല. ഓക്കെ. അതായത് ഞാൻ ഈ ഒരു കൺട്രിയിൽ ജീവിക്കുകയാണല്ലോ, ഇവരുടെ കീഴിൽ ജീവിക്കുകയാണ്. സോ എനിക്ക് എൻ്റെ പേരിനോടൊന്നും പറയാനായിട്ടൊരു താല്പര്യമില്ല. അതുപോലെ തന്നെ ഞാൻ വെറും ഐഡൻറ്റിറ്റി കാർഡായിട്ട് മാറിയേക്കുവാണ്, അതിനകത്ത് പിന്നെ എൻ്റെ സകല ഡീറ്റെയിൽസും ഉണ്ട് എന്ന് ഇദ്ദേഹം ഇൻഡയറക്ട്ലി ഇങ്ങനെ പറയുവാണ് ചെയ്യുന്നത്. സ്പീക്കർ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഫാമിലി റൂട്ട്സിനെ കുറിച്ച് സംസാരിക്കുവാണ്. അതായത് ഇദ്ദേഹം ജനിക്കുന്നതിന് മുന്നേ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് ഹിസ്റ്ററി ആയിട്ട് നല്ല കണക്ഷൻ ഉണ്ടെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഒരു പാലസ്തീനിയൻ കണക്ഷനെ കുറിച്ച് ഇദ്ദേഹം പറയുവാണ്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ ഹമ്പിളാണെന്നും അച്ഛൻ എന്ന് പറയുന്നത് നൊബിലിറ്റിയുടെ ഫാമിലി അല്ല, അതായത് അദ്ദേഹം ഫാർമറാണ് അച്ഛൻ എന്ന് പറയുന്നത്. ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് ഒരു പെസൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പം ആൻഡ് അതുപോലെ തന്നെ ഇവർ താമസിച്ചിരുന്നത് ഒരു വാച്ച്മാൻ്റെ ഹട്ടിലാണ്, വടി കൊണ്ടും ഒക്കെയാണ് ആ ഹട്ട് ഉണ്ടാക്കിയിരുന്നത്. സോ അത്രയും ഹമ്പിളായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഇദ്ദേഹം വളർന്ന് വന്നത്. അപ്പം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സർനെയിമിന്, അതായത് എനിക്ക് സർനെയിം ഒന്നുമില്ല, എനിക്കൊരു പേരുണ്ട് പക്ഷേ എനിക്കൊരു സർനെയിം ഇല്ല. കാരണം ഞങ്ങൾ വളരെ ഹമ്പിളായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നത്, എനിക്ക് അത്രയ്ക്ക് ഡിസ്റ്റിങ്ക്വിഷ്ഡ് ആയിട്ടുള്ളൊരു ഫാമിലിയോ അങ്ങനെയൊന്നും അല്ലായിരുന്നു എനിക്കെന്ന് ഇദ്ദേഹം പറയുവാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ഈ ഓൾറെഡി പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള കുറേ ഐഡിയാസ് കാണുമല്ലോ, അതെല്ലാം തകർത്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും ഗ്രാൻഡ് ഫാദറിൻ്റെയും കാര്യം പറഞ്ഞു. എൻ്റെ അച്ഛനൊരു ഫാർമറായിരുന്നു, എൻ്റെ മുത്തച്ഛനൊരു പെസൻ്റ് ആയിരുന്നു എന്ന് പറയും. അതായത് ഞങ്ങൾ വലിയ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ഞങ്ങൾ വലിയ പ്രശ്നക്കാരൊന്നും അല്ല എന്ന് ഇൻഡയറക്ട്ലി പറയുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻസയ്ക്കകത്ത് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഒരു അറബാണ്, എനിക്ക് അതുകൊണ്ട് ഒരു ഫാൻസി ടൈറ്റിലോ ഒരു സർനെയിമോ വേണ്ട, ഞാനൊരു പാലസ്തീനിയൻ ആണെന്ന് ഇദ്ദേഹം പറയുവാണ്. ആൻഡ്
ഇപ്പോഴത്തെ ഇവർ താമസിക്കുന്ന ഈ ഒരു കൺട്രി എന്ന് പറയുന്നത് വളരെ ആംഗ്രി ആയിട്ടുള്ളൊരു കൺട്രിയാണ്. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഇവരെ എല്ലാം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇത്. അതുകൊണ്ടാണല്ലോ ഇവർക്ക് ഐഡന്റിറ്റി കാർഡുമായിട്ട് നടക്കേണ്ടിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ രാജ്യത്ത് ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ദേഷ്യം കൊണ്ട് നടക്കുന്ന ഒരു രാജ്യത്ത്, വെറുപ്പ് കൊണ്ട് നടക്കുന്ന രാജ്യത്തിൽ എന്നെ പോലുള്ള സമാധാന പ്രിയരും വേണം എന്നാണ് ഇദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇദ്ദേഹത്തിന്റെ ഫാമിലി കണക്ഷൻ പറയുന്നുണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സിമ്പിൾ ആണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് അപ്പോൾ എന്ത് ഐഡിയ ചലഞ്ചസ് വന്നാലും ഇദ്ദേഹം അതെല്ലാം കടന്നു പോകും എന്ന് പറയുവാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അറബ് ഐഡന്റിറ്റി ഇദ്ദേഹം എംബ്രേസ് ചെയ്യുവാണ് എന്ന് പറയുവാണ്. അതായത് സിംപ്ലിസിറ്റിയൊക്കെ ഇദ്ദേഹം വാല്യൂ ചെയ്യുന്നു എന്ന് പറയാണ്. ബാക്കിയുള്ളവരുടെ എക്സ്പെക്ടേഷൻസിനനുസരിച്ചല്ല ഞാൻ ജീവിക്കുന്നതെന്നാണ് ഇദ്ദേഹം ഇവിടെ പുട്ട് ഫോർവേഡ് ചെയ്യുന്ന ഐഡിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ 4 എന്ന് പറയുന്നത് ഇദ്ദേഹം വീണ്ടും ഇദ്ദേഹത്തിന്റെ അറബ് ഐഡന്റിറ്റിയെ കുറിച്ച് സംസാരിക്കുകയാണ്. പക്ഷേ ഇപ്രാവശ്യം ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന് ജെറ്റ് ബ്ലാക്ക് ഹെയർ ആണുള്ളത്, ബ്രൗൺ ഐസ് ആണുള്ളത്, പിന്നെന്താ പറയുക, അദ്ദേഹം ഒരു ഹെഡ് ഡ്രസ്സ്, തലയിലിടുന്ന ഒരു ഹെഡ് ഡ്രസ്സ് ഉണ്ട് അദ്ദേഹത്തിന്റെ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചറാണത്. പിന്നെ അദ്ദേഹം ലിസണറിന് വാർണിംഗ് കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഹെഡ് ഡ്രസ്സ് അടുത്തൂടെ നടന്നു പോകുന്ന ആരെ വേണമെങ്കിലും ഒന്ന് സ്ക്രാച്ച് ചെയ്തിട്ട് പോകുക. അതായത് അങ്ങനെയാണ് അദ്ദേഹം തലയിൽ ആ ഒരു തലക്കെട്ട് വെച്ചേക്കുന്നത്, തലയിലെ ആ കെട്ട് അങ്ങനെയാണ് വെച്ചേക്കുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു റിമോട്ട് ഫോർഗോട്ടൺ വില്ലേജിലാണ്. അതിന്റെ സ്ട്രീറ്റ്സിന് പേരൊന്നുമില്ല. മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത് ഫീൽഡുകളിലും ക്വാറികളിലുമാണ് ജീവിക്കുന്നത്. ആൻഡ് അഗെയിൻ ഹി എൻഡ്സ് സ്റ്റാൻസ ബൈ റിപ്പീറ്റിംഗ് ദ ക്വസ്റ്റ്യൻ, എന്തിനാണ് ഇത്ര ദേഷിക്കുന്നത് നിങ്ങൾ ഈ എൻ്റെ ഐഡന്റിറ്റി കാർഡ് കണ്ടില്ലെങ്കിൽ, എന്തിനാണ് ഇത്രയും നെഗറ്റിവിറ്റി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ഈ ഒരു സ്റ്റാൻസ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഹെഡ് ഡ്രസ്സ്, തലയിൽ കെട്ടുന്ന ആ ഒരു തുണിയെക്കുറിച്ചും പറയുന്നുണ്ട്. അത് പാലസ്റ്റീനിയൻ ഇൻഡിവിജ്വാലിറ്റിയാണ് അത് കാണിക്കുന്നത്. പിന്നെ ഈ ഒരു ഹെഡ് ഡ്രസ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു പ്രൊട്ടക്റ്റീവ്നെസ്സിനെയാണ് കാണിക്കുന്നത്. ഇവരുടെ കൾച്ചറൽ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഹെഡ് ഡ്രസ്സ്. അതൊരു പ്രൊട്ടക്ഷനെയാണ് കാണിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഒറിജിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഫോർഗോട്ടൺ വില്ലേജിലാണ് ജനിച്ചതെന്നും ഒക്കെ പറയുന്നുണ്ട്. ക്വാറിയിലൊക്കെയാണ് ആളുകൾ പണിയെടുത്തതെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം വളരെ സിമ്പിൾ ആൻഡ് റൂറൽ ലൈഫാണ് ഇദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി എന്നാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ സ്റ്റാൻസ 5 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് പറയുന്നത് ഈ ലിസ്ണറിന്റെ ആ ഒരു ഇസ്രയേലി ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരെ പോലുള്ളവർ ഈ ഞങ്ങളുടെ ആൻസസ്റ്റേഴ്സിന്റെ വൈൻ തോട്ടങ്ങളും ലാൻഡും എല്ലാം തട്ടിയെടുത്ത് കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളായിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഇപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്കും കമ്മിങ് ജനറേഷനും അവരുടെ ഗ്രാൻഡ് ചിൽഡ്രനും ഒന്നും കല്ലുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവർക്ക് ക്വാറികളിൽ ജീവിക്കേണ്ടി വരുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആൻഡ് ഗവൺമെന്റും ഈ ഒരു ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഈ കല്ലുകളെല്ലാം എടുത്തുകൊണ്ട് പോകും. അതായത് ഞങ്ങൾക്ക് കിട്ടേണ്ട പൈസ ഗവൺമെന്റും ഇപ്പോൾ എടുക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ഭയമുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യുവാണ് ഇദ്ദേഹം. ആൻഡ് ഹി ഹാഡ് ഓൾസോ ഹേർഡ് റൂമേഴ്സ് ദാറ്റ് ഗവൺമെന്റ് വിൽ ടേക്ക് എവറിത്തിങ് ഫ്രം ദം ആൻഡ് ലീവ് ദം വിത്ത് നത്തിങ് അറ്റ് ഓൾ. ഇതും എല്ലാം എടുക്കുമെന്ന് ഇയാൾക്ക് പേടിയുണ്ട്. സോ ആ ഒരു നഷ്ടബോധത്തിനെ കുറിച്ചാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അതായത് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ലാൻഡെല്ലാം ഓരോ ആളുകൾ തട്ടിയെടുത്തുകൊണ്ട് പോയി. ഇനി ഗവൺമെന്റും അതിനെ നിൽക്കുവാണോ എന്ന് ഇദ്ദേഹം പേടിച്ചിങ്ങനെ ചോദിക്കുവാണ്. അപ്പോൾ ഇപ്പോഴാണ് ആ ഒരു സീരിയസ്നെസ് ഓഫ് ദ വേർഡ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇദ്ദേഹത്തിന്റെ ലാൻഡുകൾ, ഇദ്ദേഹത്തിന്റെ ഫോർ ഫാദേഴ്സിന്റെ ഒക്കെ ലാൻഡ് ഇസ്രായേലുകാരുടെ കയ്യിലിരിക്കുവാണ്. അത് വെറും പാറ കഷ്ണങ്ങളാക്കി ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ തലമുറയിൽ ഇനി വരുന്ന ആളുകൾക്ക് അതൊന്നും കിട്ടില്ല. അപ്പോൾ ഇത് ഒരു ലോസ് ഓഫ് ഹെറിറ്റേജ് ആൻഡ് ലൈവ്ലിഹുഡിന്റെ സിമ്പലൈസ് ചെയ്യുകയാണ് ഇദ്ദേഹം. ആൻഡ് റിപ്പീറ്റഡ്ലി ഹീസ് ക്വസ്റ്റനിങ് ദി ഗവൺമെന്റ്. അതായത് ഇനി വീണ്ടും ഇവരും എടുത്തോണ്ട് പോകുക. ആ ഒരു ഫിയറിനെ കുറിച്ചും ആ ഒരു അൺസർട്ടൺ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ഇദ്ദേഹം സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് പൊളിറ്റിക്കൽ ആക്ഷനൊക്കെ കാണാൻ വല്ലതും വീണ്ടും നെഗറ്റീവായിട്ട് വരുമോ എന്ന് ഇദ്ദേഹം ചോദിക്കുകയാണ്. കൺക്ലൂഡിംഗ് ലൈൻസ് ആണ് സ്റ്റാൻസ 6. സ്പീക്കർ ബോൾഡ്ലി ഡിക്ലെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിയെടുക്കുന്ന കാര്യമൊക്കെ, അതായത് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതിയെടുത്തോണം. പക്ഷെ എനിക്ക് നിങ്ങളുടെ ആളുകളുടെ അടുത്തോ അല്ലെങ്കിൽ ആരെടുത്തോ ഒരു ദേഷ്യവും ഇല്ല, വെറുപ്പുമില്ല. ആൻഡ് ഞാൻ ആരുടെയും പ്രോപ്പർട്ടിയിലോട്ട് ട്രസ് പാസ് ചെയ്ത് കയറാറുമില്ല. ഞാൻ വളരെ സമാധാനം ആഗ്രഹിക്കുന്ന, ആരുടെയും കാര്യത്തിൽ ബോധോടാവുന്ന ആളല്ല. ആൻഡ് ഓൾസോ ഒരു വാർണിംഗ് പോലെ കൊടുക്കുന്നുണ്ട്. വിശക്കുവാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഞാൻ ആരുടെയും അടുത്ത് പോയി തല കുനിക്കത്തില്ല. ഞാൻ എൻ്റെ ഫ്ലഷ് തന്നെ എടുത്ത് എന്താ പറയുക, അതായത് ഒരു വിശക്കുവാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വാർണിംഗ് പോലെ കൊടുക്കുവാണ്. ഇപ്പം വിശപ്പ് ഭയങ്കരമായിട്ട് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഹി വുഡ് കൺസ്യൂം ഈവൻ ദ ഫ്ലഷ് ഓഫ് എ സുസാപ്പർ. അതായത് ഈ ഇസ്രയേലുകാരുടെ, അതായത് ഞങ്ങളെ ദ്രോഹിക്കാൻ വരുന്നവരുടെ ഫ്ലഷ് ആയിരിക്കും ഞാനെടുത്ത് തിന്നുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. സ്പീക്കർ എന്നിട്ട് വോൺ ചെയ്യുവാണ് അതോറിറ്റീസിൻ്റെ അടുത്ത്. അതായത് എനിക്ക് ഹങ്കറും എനിക്ക് ആങ്കറും വരാതിരിക്കാൻ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണെന്ന് ഒരു വാർണിംഗ് പോലെ കൊടുക്കുവാണ്. അപ്പോൾ ഫൈനൽ ലൈനിനകത്ത് ഇദ്ദേഹം പറയുന്നത്, എനിക്ക് ആരെയും വെറുപ്പൊന്നുമില്ല, പക്ഷേ ഇദ്ദേഹം വാർണിംഗ് കൊടുക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ള, അതായത്
എന്നെ ദ്രോഹിച്ചവരെ എനിക്ക് വിശപ്പ് വരുവാണെങ്കിൽ, അതായത് ഒരു ദിവസം എനിക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലാതെ വരുവാണെന്നുണ്ടെങ്കിൽ, ഫുഡും വെള്ളവും ഒന്നും കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ച് ആക്രമിക്കുമെന്ന് ഇദ്ദേഹം ഒരു വാർണിംഗ് കൊടുത്തതാണ്. അതായത് പീസ് വേണം, പക്ഷേ ഞാൻ ആംഗ്രി, അതായത് എന്നെ വെറുതെ ദേഷ്യക്കാരനാക്കരുത്. കാരണം എൻ്റെ കാര്യങ്ങളെല്ലാം, ഞാൻ അനുഭവിക്കേണ്ട സ്വത്തും കാര്യങ്ങളും ഭൂമിയും എല്ലാം നിങ്ങളുടെ കയ്യിലെടുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഞാൻ നാളെ ഒരു ദിവസം പട്ടിണിയാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പിടിച്ചായിരിക്കും ഞാൻ കൊല്ലുന്നത് അല്ലെങ്കിൽ തിന്നുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ഇവരുടെ ആ ഒരു ഭരണത്തിൻ്റെ കോൺസിക്വൻസസ് ഇങ്ങനെയായി മാറുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവിടെ ഹിറ്റ്ലറിനെ കുറിച്ചൊരു സിംബലൈസേഷൻ പോലെയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ ഇതിനകത്ത് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ കുഞ്ഞു ക്വസ്റ്റ്യൻസ്. അതായത് ഇദ്ദേഹത്തിൻ്റെ നാഷണൽ പോയറ്റ് ഓഫ് പാലസ്റ്റീൻ എന്നാണ് അറിയപ്പെടുന്നത്. അറബിക് ലാംഗ്വേജിലാണ് ആദ്യം ഈ പോയം എഴുതിയത്. പിന്നെ ആർക്കാണ് ഐഡന്റിറ്റി കാർഡ് വേണ്ടുന്നത്? ഈ ഇസ്രയേലിൽ താമസിക്കുന്ന, ഇസ്രയേൽ ഒക്കുപ്പൈഡ് ഏരിയ ആയിട്ടുള്ള വെസ്റ്റ് ബാങ്കിലും ഗാസയിലും താമസിക്കുന്ന പാലസ്റ്റീനിയൻ അറബ്സിന് ഒരു കളർ കോഡഡ് ഐഡന്റിറ്റി കാർഡുണ്ട്. അത് അവർ സൂക്ഷിച്ച് വെച്ചേക്കണം. അത് നമ്പേർഡുമാണ്. ഇയാളുടെ 50,000 ആയിരുന്നു ആ നമ്പർ. ഐഡന്റിറ്റി കാർഡിന്റെ റിലവൻസ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി ഒരാളുടെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യാൻ വേണ്ടിയൊരു കാര്യമാണ്. ഓക്കെ, ദാറ്റ് ഹി ഓർ ഷീ ഈസ് ബിലോങ്ങിങ് ടു ദിസ് പെർട്ടിക്കുലർ പ്ലേസ് എന്ന് കാണിക്കാനുള്ളൊരു കാര്യമാണ്. ഫ്രീ വേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. ടോൺ എന്ന് പറയുമ്പോൾ ഒരു ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്, ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ട്, ഒപ്രഷനെ റെസിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് പോയമാണെന്ന് നമുക്ക് പറയാം. ഇനി ഈ പോയത്തിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന റിഫ്രെയിൻ, അതായത് റിപ്പീറ്റഡ് ലൈൻ ഏതാന്ന് വെച്ചാൽ റൈറ്റ് ഡൗൺ ഐ ആം ആൻ അറബ്. ഇതാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന ലൈൻ. ഓക്കെ, പിന്നെ വേറെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഹൗ ഡസ് എ സ്പീക്കർ ഡിസ്ക്രൈബ് ഹിംസെൽഫ്? സ്പീക്കർ എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? എ നെയിം വിത്തൗട്ട് എ ടൈറ്റിൽ, ഐ ആം എൻ ഓർഡിനറി മാൻ ലൈക്ക് എവ്രി വൺ എൽസ് എന്നാണ് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ച് ചോദിക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. സിഗ്നിഫിക്കൻസ് ഓഫ് ID കാർഡ് ചോദിക്കാം. നമ്മളിപ്പോൾ ഇത്ര ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ ഓട്ടോബയോഗ്രഫിക്കൽ എലിമെന്റ്സ് ഉണ്ട് ഇതിനകത്ത്. കാരണം ഇദ്ദേഹം ഒരു പാലസ്റ്റീനിയൻ പോയിട്ട് തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ നേറ്റീവ് വില്ലേജ് ആയിട്ടുള്ള അൽബിർവ 1948 ആ ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുക. ഇവർ സൗത്ത് ലെബനൻ എന്ന് പറഞ്ഞ സ്ഥലത്തിലോട്ട് റെഫ്യൂജീസ് ആയിട്ട് പോയി താമസിക്കേണ്ടിയും വന്നിട്ടുണ്ട്. പിന്നീട് ഇദ്ദേഹം പാലസ്റ്റീനിലോട്ട് വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഹോം വില്ലേജ് ഇസ്രയേലി അതോറിറ്റീസ് തകർത്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, ആ ഒരു സ്ഥലത്തിന് അൺഅവൈലബിലിറ്റി അല്ലെങ്കിൽ ഒരു അൺനെയിംഡ് പ്ലേസ് ആയിട്ട് അതങ്ങ് മാറി നശിച്ചുപോയി. ആ ഒരു കാര്യം നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഇപ്പോൾ ഒപ്രഷനെ കുറിച്ചുമൊക്കെയാണ് ഇത് പോയം സംസാരിക്കുന്നത്. പിന്നീട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഫാമിലി ലീനിയേജിനെ കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ ഇവരുടെ ഫാമിലി എങ്ങനെയുള്ളതായിരുന്നു, എവിടെയാണ് താമസിച്ചിരുന്നുള്ളത് കാര്യങ്ങൾ പറയുക. മെയിൻ സിമ്പിൾസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഐഡന്റിറ്റി കാർഡ് ഇറ്റ്സെൽഫ് എന്ന് പറയുന്നത് ഒരു സിമ്പിളാണ്. അത് അവരുടെ ഐഡന്റിറ്റിയാണ് കാണിക്കുന്നത്. പിന്നെ ഒരു ഡിസ്പ്ലേസ്മെന്റിന്റെ സിമ്പിളാണ് അത്. അതായത് ഇവരുടെ സ്ഥലത്ത് നിന്ന്, ഇപ്പോൾ ഇവരുടെ സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ അത് ഇവർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം ഇസ്രയേലുകാർ പിടിച്ചടക്കിയതാണ്. സോ അവരവിടെ പെട്ടുപോയതാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അതൊരു ഡിസ്പ്ലേസ്മെന്റിന്റെ സിമ്പിളാണത്. ഹ്യൂമാനിറ്റിയുടെയും കമ്മ്യൂണിറ്റിയെ കുറിച്ചൊക്കെ ഇത് പറയുന്നുണ്ട്. പ്രജുഡിസിനെതിരെ, ഹെയ്റ്റിനെതിരെയൊക്കെയുള്ളൊരു പോയമാണിത്. മുൻധാരണകളെതിരെയൊക്കെയുള്ളൊരു പോയമാണിത്. പിന്നെ അതുപോലെ തന്നെ ഇയാളുടെ ഹെഡ് ഡ്രസ്സ് ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് തന്നെ ഇദ്ദേഹത്തിൻ്റെ കൾച്ചറൽ ഐഡന്റിറ്റിയെ കാണിക്കുന്നു, ഒരു പ്രൊട്ടക്ഷനെ കാണിക്കുന്നു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അൺനെയിംഡ് ആ ഒരു പേരില്ലാത്തിരിക്കുന്ന അവസ്ഥയും അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. പിന്നെ പേഷ്യൻസും ആങ്കറും ഒക്കെയാണ് ഇദ്ദേഹം ഒരുപോലെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ പാലസ്റ്റീനും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നം, അതാണ് ഈ ഒരു പോയത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സോ ആസ്ക് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു.